നമ്മൾ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല, ഇത് കാണാൻ പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചു തുടങ്ങണം, നമുക്ക് ഓക്കെ ആണോ? അപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും ഓക്കെ അല്ല. ഞാൻ എന്റെ പാർട്ട്ണറുടെ കാര്യത്തിൽ പോലും ഓക്കെ അല്ല. എന്റെ പാർട്ട്ണർ പറയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന്. ഞാൻ വിചാരിക്കുന്നത് എന്റെ സ്നേഹവും കരുതലും ആണെന്നാണ്. ആദ്യം നമ്മള് മാറുമറയ്ക്കാതെ നടന്നു, പിന്നെ മറച്ചു നടന്നു, പിന്നെ കുറച്ച് കാണിച്ചു നടന്നു. അത് കണ്ട് ഇതൊക്കെ എല്ലാത്തിനും വ്യത്യാസം വരുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിത്വം തന്നെ ഒരുപാട് മാറിയത് ഈ ഒരു 10,3500 ഇന്റർവ്യൂ ചെയ്ത അതെനിക്ക് 500 അതിൽ കൂടുതൽ. ബിക്കോസ് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഷോ അല്ലായിരുന്നു. ആണെന്ന് പറയുമ്പോൾ വൾഗറായിട്ട് തോന്നുന്നത് അവരുടെ സെക്ഷൽ സൈഡ് നോക്കുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ അതൊരു ആണും പെണ്ണും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ? എന്റെ പുറമേ നിന്നുള്ളൊരു ഫോറിനർ വന്നിട്ട് ചോദിച്ചു, എന്താ കേരളത്തിൽ മുഴുവൻ ഗേസും ലെസ്ബിയൻസും ആണോ? കാരണം ആണും ബൈക്കിന്റെ മുകളില് തൊട്ടുരുമി തൊടയിലൊക്കെ കൈവച്ച് പോകുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു. ആണും പെണ്ണും കൂടി തീരെ സമ്പർക്കവുമില്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല. ഭീഷ്മപർവ്വത്തിലൊരു ഗേ ഒരു ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇതിൽ വിസിബിൾ ആണ്. അപ്പോൾ വിസിബിൾ ആവുന്ന ഒരു ക്യാരക്ടറെ സ്വീകരിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? അപ്പൊ അതിൽ പറയണ പോലെ തന്നെ ആ ക്യാരക്ടർ പറയണ്ടല്ലോ, നീയും ശോഷയും പോലെ തന്നെയാണ് ഞാനും നദാനും. അപ്പോൾ ഞാനൊരു ആണിനെ സ്നേഹിക്കുകയാണെങ്കിലും പെണ്ണിനെ സ്നേഹിക്കുകയാണെങ്കിലും പ്രേമം ഒരേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് പക്ഷേ ആണെന്ന് പറയുമ്പോൾ വൾഗറായിട്ട് തോന്നുന്നത് അവരുടെ സെക്ഷൽ അല്ലെങ്കിൽ സൈഡ് നോക്കുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ അതൊരു ആണും പെണ്ണും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ഒരു ആണും പെണ്ണും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ പറയുന്നത്, നീയും ശോഷിയും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാനും നദാനും. നമ്മൾ അതിനെ സെക്ഷലായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ വൾഗറായിട്ട് തോന്നാൻ ഇടയാവുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആണും കൂടി സഞ്ചരിക്കുന്നതും പെണ്ണും കൂടി സഞ്ചരിക്കുന്നതാണ്. എന്റെ പുറമേ നിന്നുള്ളൊരു ഫോറിനർ വന്നിട്ട് ചോദിച്ചു, എന്താ കേരളത്തിൽ മുഴുവൻ ഗേസും ലെസ്ബിയൻസും ആണോ? കാരണം ആണും ബൈക്കിന്റെ മുകളില് തൊട്ടുരുമി തൊടയിലൊക്കെ കൈവച്ച് പോകുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു. ആണും പെണ്ണും കൂടി തീരെ സമ്പർക്കവുമില്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല. അങ്ങനെ എങ്ങാനും കണ്ടാ നാട്ടില് പ്രശ്നമായി, കോലാഹലായി അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ വെറുതെ തമാശക്ക് പറയുന്നതാണ്. അല്ല, ഇതിനകത്ത് തമാശയ്ക്ക് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ KCBC ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഈ ഒരു ക്രിസ്ത്യൻസിനെ ഇങ്ങനെ മോശമായി കാണിക്കാൻ വേണ്ടിയിട്ട് പണ്ട് പഴയ നിയമത്തില് ഒരു നഗരം തന്നെ സ്വർഗാനുരാഗത്തിൽ വിട്ടിട്ട് ദൈവം നശിപ്പിക്കുന്നതായിട്ടൊരു സംഭവമുണ്ട്. അപ്പൊ അത് അധികാലം മുതലേ ഉള്ളതാണ് ഈ സ്വർഗാനുരാഗം. പക്ഷെ അവർക്ക് എതിർക്കുന്നതിന് കാരണങ്ങളുണ്ടെന്നൊക്കെയാണ് ആ കുറിപ്പിൽ പറയുന്നത്, ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. അതങ്ങനെ ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്നുള്ള രീതിയിലല്ലല്ലോ സ്വർഗാനുരാഗവും ഒരു അനുരാഗവും വരുന്നത്. അത് മനുഷ്യനും തമ്മിലല്ല വരുന്നത്. പക്ഷേ ഈ കുടുംബ പശ്ചാത്തലം ഈ 1-2 സിനിമകളിലൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കേഡാണ്. അതൊക്കെ നമ്മൾ കേൾക്കാനേ നിൽക്കരുത്. അതൊക്കെ ഭയങ്കര, അതൊന്നും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇതിലിപ്പോ ക്രിസ്ത്യാനി ആവാം, മുസ്ലിം ആവാം, ഹിന്ദു ആവാം, സിഖ് ആവാം അല്ലേ? അതുകൊണ്ടല്ലോ, രണ്ട് വ്യക്തികളാണല്ലോ, അല്ലാതെ മതങ്ങൾ തമ്മിലല്ലോ പ്രണയത്തിലാവണം. ആണോ? അല്ലല്ല, മതങ്ങൾ തമ്മിലാണ് അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയിലായിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നാലാണ് ഡ്രാമ വർക്കൗട്ട് ആവുക. വളരെ മത പശ്ചാത്തലമുള്ള, എപ്പോഴും പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ശരി, ഇതാണ് ജീവിതം, അല്ലെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നവരാണ് അനിതമമ്മിയും ജോൺസൺ പപ്പായും. എന്ന് വെച്ചാൽ മക്കളുടെ പിന്നെ നമ്മളവിടെ എപ്പോഴും കാണിക്കുന്നത് ക്രിസ്ത്യൻ പിന്നെ ഈ പെസഹാബ മുറിക്കുന്നതും വളരെ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്തൊന്നും അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ അതൊരു തെറ്റായ നിയമവും പണ്ട് ആണെങ്കിൽ ഇതൊരു ഒരു ലോ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം ആൾക്കാരെല്ലാം ക്ലോസറ്റിൽ പുറത്ത് വരികയും അവരവരുടെ ഐഡന്റിറ്റി പുറത്ത് പറയുകയും അവരുടെ ശ്വാസമുട്ടലിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ പുറത്ത് വരുന്ന ഒരു സമയത്ത് ഒരു കുടുംബത്തിൽ അത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല. അങ്ങനെ അത് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇത്രയും സങ്കുചിതമാണല്ലോ നമ്മുടെ മനസ്സ്. അയ്യോ നമ്മളിപ്പോൾ അഭിനയിച്ചതാണ്, എന്നിട്ട് ഞാനത് വായിക്കുമ്പോൾ ഇത് ക്രിസ്ത്യൻ പശ്ചാത്തലം, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്.
അങ്ങനെ എന്ന് വെച്ചാൽ അത് വളരെ എന്താ പറയാ വളരെ ഓർത്തഡോക്സ് ഒരു ഫാമിലിയിലേക്ക് ഇത് സംഭവിക്കുമ്പോഴേ ഡ്രാമ വർക്കാവുള്ളൂ സിനിമയിൽ. അല്ലാതെ വളരെ ലിബറൽ ആയിട്ടൊരു വീട്ടിലിപ്പോ എന്താ പറയാ ബാബുരാജ് അവരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ഒരു തർക്കം കഴിഞ്ഞത് അപ്പൊ തന്നെ ശരിയാവും. ഇതിപ്പോ നദാന്റെ നാട്ടില് കഥ വർക്കാവില്ലല്ലോ. ഇല്ല വർക്കാവില്ലല്ലോ. അവിടെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പബ്ബുകളുണ്ട്, ക്ലബുകളുണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര അംഗീകരിക്കപ്പെട്ട ഒരു നാടാണ്. അവിടെ തുടങ്ങുമ്പോ ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ തിരിച്ചു കഥ ചെയ്യാൻ പറ്റില്ല. നദാന്റെ വീട്ടിലേക്ക് ഷൈൻ പോകുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അംഗീകരിച്ചിരിക്കില്ലേ? അല്ല, പരിഹാരമായിട്ട് ആ തരത്തിൽ കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ അവിടെ പോയി താമസിച്ചോളൂ, കുഴപ്പമില്ലെന്നാണ് ഈ ഫാമിലി പറയുന്നത്. കുഴപ്പമില്ലെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. ഞങ്ങൾക്കിപ്പോ ഇവൻ അപ്പം അതിനകത്ത് ഷെയ്ൻ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് കരയും, കർത്താവേ ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ പറയും, നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ നമ്മളോട് ഇത് പറയാതെ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ഷാരോൺ ചേട്ടായി, എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പറയുന്നിടത്ത് എൻ്റെ തീരുവാണ്. പിന്നെ എനിക്ക് അവന്റെ സങ്കടമാണ് ഞാൻ കൂടുതൽ കാണുന്നത്, അവന്റെ വിഷമമാണ് ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പിന്നെ പിന്നെ ഉണ്ടാവും. അത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ എൻ്റെ മകന്റെ സങ്കടം എനിക്ക് എല്ലാത്തിനും മേളിലാണ്. ആ സ്പേസിൽ ചേച്ചിയുടെ അഭിനയം ഭയങ്കര രസമാണ്. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ പെർഫോം ചെയ്യാൻ കിട്ടുമ്പോഴത്തേക്ക് ഒരു സന്തോഷം വരില്ലേ? അപ്പോൾ ചേച്ചി അങ്ങനെ പെർഫോം ചെയ്ത് കാണുമ്പോൾ ഞാൻ സങ്കടപ്പെടുമ്പോഴും അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല സാധനം കിട്ടിയല്ലോ എന്നുള്ളത്. കാരണം സംഘർഷം കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അതിനകത്ത് ഭയങ്കര ഓവറായിട്ട് കരഞ്ഞ് നിലവിളിച്ചു നോക്കാൻ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെ മുട്ടി നിൽക്കില്ലേ, അതായത് പറയാനും പറ്റില്ല, പറയണം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കാണിക്കില്ലേ, നമുക്കൊരു മനസ്സിലൊരു ശ്വാസം മുട്ടലുണ്ടാക്കും. അതുണ്ടാക്കാൻ പറ്റി. ശരിക്കും ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും ഒരു ടാബൂസ് ഉണ്ട്. LGBTQIA+, LGBTQIA+, ഇത്രയുണ്ട് വാക്കുകൾ. ലെസ്ബിയൻ, ഗേ, അങ്ങനെ അത് ബൈസെക്ഷൽ, അസെക്ഷൽ വരെയുള്ള. പിന്നെ അസെക്ഷൽ അവർക്ക് സെക്ഷൽ ആയിട്ടുള്ളൊരു വൈകാരികത ഉണ്ടാവില്ല, പൊതുവിൽ ഉണ്ടാവില്ല. പിന്നെ പ്ലസും കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഐഡന്റിറ്റീസ് ഉണ്ടാവും. നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ പണ്ട് വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, എന്താണെന്ന് അറിയില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കാണണം എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഈ പറയുന്ന ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെയും ഗേ സെക്ഷലൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോഴും നമ്മൾ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല, കാണാൻ പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എന്തിന് റിലേറ്റഡ് ആവണമെന്ന് തന്നെ, അല്ലെങ്കിൽ അവർ തമ്മിൽ റിലേറ്റഡ് ആണ്, അവരുടെ സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിങ് പുറത്തൊരു മൂന്നാമതൊരാൾ കാണുമ്പോൾ തന്നെ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുക അല്ലേ? അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചു തുടങ്ങണം, നമുക്ക് ഓക്കെ ആണോ? അപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും ഓക്കെ അല്ല, ഞാൻ എൻ്റെ പാർട്ട്ണറുടെ കാര്യത്തിൽ പോലും ഓക്കെ അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ആളുകളുമായി സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കാണുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പല സമയങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പേരിൽ തർക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയും? തിരിച്ചു അങ്ങനെ തന്നെയാണോ? തിരിച്ച് അങ്ങനെ ആവുന്നത് കുറെ സമയങ്ങളിൽ നമുക്ക് നമ്മളെ പേരിൽ പൊസീവ് ആവുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അത് ടോക്സിക് ആവും ചില സമയങ്ങളിൽ. അത് എൻ്റെ പാർട്ട്ണർ പറയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സ്നേഹവും കരുതലും ആണെന്നാണ്. അപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ നോക്കി കാണും? ഇതൊക്കെ സത്യമാണോ? സീറ്റ് മാറിയിരിക്കണോ? അതാണ് പറഞ്ഞത്, വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം റിലേഷനും ഇപ്പൊ നമ്മൾ ആണ് പെൺ വ്യക്തികൾ, ആ വ്യക്തികളുടെ റിലേഷൻ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല കാണുകയും കേൾക്കുകയും കൊണ്ടു നടക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ മറികടക്കുമെന്നാണ്? മറികടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സമയം ഇപ്പോ ആദ്യമായിട്ട് ജീൻസ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? പെൺകുട്ടികൾ ജീൻസ് ഇട്ട് കാണുമ്പോ ഇല്ലേ? ഇപ്പൊ അത് ഓക്കെ ആയില്ലേ? ഇനി അത് ഒരു പ്രശ്നമേ അല്ലാത്ത വിഷ്വലായി മാറും. കണ്ടിട്ടാണല്ലോ അത് മാറുന്നത്. പെട്ടെന്ന് ഒരു നാട്ടിൻപുറത്ത് പോയിട്ട് ആരും കൊച്ചിയിൽ ഇടുന്ന പോലത്തെ ഡ്രസ് ഇട്ട് നടക്കില്ലല്ലോ ഈ കുട്ടികൾ പോലും. പക്ഷെ ആ നാട്ടിൻപുറത്ത് പോലും ആ കാഴ്ച ഭയങ്കര കോമൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ രീതിയിലുള്ള കൾച്ചറും റിലേഷൻസും ഒക്കെ. അത് കണ്ടേ മാറുള്ളൂ. ആദ്യം നമ്മള് മാറുമറയ്ക്കാതെ നടന്നു,
പിന്നെ മാറ് മറച്ച് നടന്നു, പിന്നെ മാറ് കുറച്ച് കുറച്ച് കാണിച്ച് നടന്നു അല്ലേ? ഉം. അത് കണ്ട് കണ്ടേ ഇതൊക്കെ എല്ലാത്തിനും വ്യത്യാസം വരുള്ളൂ. ഈ ആണുങ്ങളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പാപ്പനൊന്നും ഷർട്ട് ഇട്ടിട്ട് അങ്ങാടിക്കേ പോവാറില്ല. ഉം. ഇപ്പൊ ഷർട്ട് ഇടാതെ ഒരാണ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ലേ? അത് തിരിച്ചും പ്രശ്നമാക്കി തുടങ്ങി. നിങ്ങൾക്ക് ഇടാമല്ലോ, എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അല്ല, പക്ഷെ എന്നാലും ആണുങ്ങളാണ് കൂടുതലും മറച്ചു കിടക്കുന്നത്. ഷർട്ട് ഇടാതെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ പഞ്ചാബിൽ പോയപ്പോ ഷർട്ട് ഊരി നടക്കാൻ പാടില്ല ആണുങ്ങൾ. പക്ഷെ പെൺകുട്ടികൾക്ക് അത്യാവശ്യത്തിന് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് നടക്കാം. പക്ഷെ ആണുങ്ങൾ ബോഡി കാണിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ രീതികളാണ് ഓരോരോ നാട്ടിലെ. അതിങ്ങനെ മാറിയും മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ കണ്ട് കണ്ട് മാറുന്നതാണ്, അങ്ങനെ മാറും.